നമസ്കാരം. ഇന്ന് നമ്മുടെ 1234 എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ഈ കുമളി നടന്ന ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ്, ഇലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിങ്ങിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതായത് DCC പ്രസിഡൻറ്റ് വന്നപ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം ശശി തരൂർ സാർ വന്നപ്പം അവിടെ ഉണ്ടായ അടി നടന്നു എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ചൊരു പണ്ട് മണ്ഡലം ഇതിലൊക്കെ ആയിരുന്ന ഒരു ആളെ തല്ലി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തൊണ്ടവേദനയൊക്കെയാണ്, അതുകൊണ്ടായി ശബ്ദം മാറിപ്പോയത്, ക്ഷമിക്കണം. തല്ലി എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. അത് ഏഷ്യാനെറ്റിലും പല ചാനലിലും ഓൺലൈൻ ചാനലിലും ഒക്കെ ഭയങ്കര വാർത്തയായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അതായത് കോൺഗ്രസ് പാർട്ടി ഒരു കേഡർ പാർട്ടിയൊന്നുമല്ല. അതായത് അവിടുത്തെ നേതാക്കന്മാർ നയിക്കുകയും അവർ അണികൾ അനുസരിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിലായിരുന്നു നടന്നിരുന്നെങ്കിൽ അവിടുത്തെ വാളണ്ടിയേഴ്സ് തൂക്കിയെടുത്ത് വെളിയിൽ എറിഞ്ഞേനെ അയാളെ. രണ്ടാമത് BJP പോലൊരു പാർട്ടിയിലായിരുന്നെങ്കിലും അവിടുത്തെ വോളണ്ടിയേഴ്സ്, അതും കേഡർ പാർട്ടിയാണ്, അതും എടുത്ത് തൂരെ എറിഞ്ഞേനെ അയാളെ. അയാൾ മദ്യപിച്ചാണ് ആ മനുഷ്യൻ അവിടെ വന്ന്, അതായത് എത്രയോ, എനിക്ക് തോന്നുന്നു ആ ചെറിയൊരു 1-ാം മൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലം, ടൗണിലല്ല, VD സതീശൻ്റെ, അതായത് നുണാശൻ്റെ സംഭവം കുമളിയിലാണ് നടന്നത്, അതുകൊണ്ട് 1-ാം മൈൽ വെച്ചത്. അപ്പം അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയുള്ള, അപ്പം അതിനേക്കാൾ വലിയൊരു നേതാവും നല്ല സത്യസന്ധനായൊരു നേതാവുമാണ് വന്നത്. അത് അഖിലേന്ത്യാ നേതാവാണ് ഈ ശശി തരൂർ സാറൊക്കെ. അങ്ങനെ വന്നപ്പോഴാണ് അത് നടന്നത്. അവിടെ വന്നപ്പോൾ ഒരാൾ മദ്യപിച്ച് ലക്ക് കേട്ടൊരു പല കോലത്തിൽ അവിടെ കയറി വന്ന് അത്രയും പേര് കാത്തിരിക്കുകയാണ്. എല്ലാവരോടും ഡീൻ കുര്യാക്കോസ് സാർ പറഞ്ഞു, എല്ലാവരും നിങ്ങളൊന്ന് സ്റ്റേജിൽ നിന്ന് കുറച്ച് മാറി ഒഴിവായി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് ഇയാൾ വന്നേച്ച് സെൽഫി എടുക്കുകയാണ്. അത് ഒരു കേഡർ പാർട്ടി ആയിരുന്നെങ്കിൽ തൂക്കിയെടുത്ത് കൊടുക്കണം. ഇത് ഒരു സ്വയം അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തെ സത്യസന്ധത. അയാൾ മദ്യപിച്ചേച്ച് വന്നേച്ച് ആ സമയത്തൊന്ന് സെൽഫി എടുക്കുകയാണ്. അത്രയും പേര്, എനിക്ക് തോന്നുന്നൊരു 5000 പേര് അവിടെ ഉണ്ടായിരുന്നു. ട്രാഫിക് ജാമായി, ഒരു വണ്ടിയും പോകാതെ. എൻ്റെ മോൻ ആ സമയത്ത് കുമളിക്ക് വരികയായിരുന്നു. അവൻ ഏകദേശം 30 മിനിറ്റോളം അവിടെ വണ്ടി പോകാതെ അവിടെ കിടന്നിരുന്നു. അപ്പോൾ ശശി തരൂർ സാർ വന്ന ആ സമയത്ത്, അപ്പം അതുപോലെ ട്രാഫിക് ആയ സമയത്ത് അത്രയും വലിയൊരു മനുഷ്യന് ശരിക്കുള്ള പ്രൊട്ടക്ഷൻ നിലവിലില്ല അവിടെ. പോലീസൊക്കെ നല്ല രീതിയിൽ ഇടപെട്ടു, അതുകൊണ്ടാണ് വലിയൊരു അവസ്ഥ ഉണ്ടാകാതെ. അപ്പം എന്നാലും അവിടെ ഒരു കുഞ്ഞൊരു ജംഗ്ഷൻ, അത് വലത്തേക്ക് അട്ടപ്പുറത്തേക്കൊരു വഴി, കുമളിക്കുള്ള ആ വഴിയേ ഉള്ളൂ. ആ മുക്കവലയാണ്, അത് 4 കവല പോലും അല്ല, ഒരു കുഞ്ഞ് ടൗൺഷിപ്പ്. അവിടെ അയാൾ വന്ന് അതിൻ്റെ ഇടയ്ക്ക് വന്നേച്ച് അത്രയും പേര് നിൽക്കും, വന്നേച്ച് സെൽഫി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പണ്ടൊരു IAS ഭയങ്കര ഒരു ഓഫീസർ പോയി സിനിമ നടന്മാരുടെ കൂടെയൊക്കെ പോയി ഫോട്ടോ എടുത്ത പോലെ ഇരിക്കും. അതിനുള്ള സാഹചര്യമില്ല. അതൊരു 5 പേര് അവിടെ ആവർത്തിച്ചിരുന്നല്ലോ. അതുകൊണ്ട് അയാൾക്ക് നേരിട്ടറിയാവുന്ന ആളായതുകൊണ്ട് DCC പ്രസിഡന്റ് തോളത്തൊന്ന് തട്ടിയിട്ട് അങ്ങോട്ട് മാറിയിക്കാൻ പറഞ്ഞു. എന്നിട്ട് അന്നേരത്തിനും വേറൊരാൾ കയറി ചൂടായപ്പോഴത്തേനും നിലവിൽ പുള്ളി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് അത് അവസാനിപ്പിക്കുക, അവിടെ കൊണ്ട് തീർന്നൊരു വിഷയമാണ്. അത് ഇങ്ങനെ തല്ലി പിടിച്ചു, എല്ലാം കറുത്തവനായതുകൊണ്ട്, ഹരിജനായതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയാൾ മദ്യപിച്ചേച്ച് അവിടെ ചെന്നിട്ട് ആ ഒരു തരം കാണിച്ചാൽ, നമ്മുടെ വീട്ടിൽ പോലും ആണെങ്കിലും കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെയുള്ളവരോട് മാറിപ്പോടാന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ DCC പ്രസിഡൻ്റ് ഒരു മോശക്കാരൻ മനുഷ്യനുമല്ല. അതൊരു ഇലക്ഷൻ പ്രചരണത്തിന്, അത് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ വലിയ ആൾക്കാർ, പണ്ടൊക്കെ ഒത്തിരി കാലം ഇതിനകത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ, സീറ്റിന് വേണ്ടിയൊക്കെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തോറ്റു തൊപ്പിയിട്ടും പോയിട്ടുണ്ട്. അവർ തന്നെ തള്ളിപ്പറയാണ്. അത് അയാളൊരു കാരണമുള്ള ഭാഗത്ത് നിന്ന് അങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചാൽ, അതിനുവേണ്ടി പല ചാനലുകാരും അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാനത് കണ്ടുകൊണ്ടിരുന്ന ആളായതുകൊണ്ടും അവിടെ ആ മനുഷ്യൻ കാണിച്ചാണ് തെറ്റ്, അല്ലാതെ DCC പ്രസിഡന്റ് കാണിച്ചല്ല. ഞാനൊരു ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല കേട്ടോ. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാതെ ഞാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാനീ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. അത് ഒരു
അവിടെ നടന്നത് വേറൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ അതിനൊക്കെ ഭീകരമായിരിക്കും. അങ്ങനെ തൂക്കിയെടുത്ത് വെളിയിൽ എറിഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നവർ. ഇവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് അത് ചെയ്തെന്ന് തന്നെ കാണിച്ചാൽ അതിപ്പോൾ വലിയ രാഷ്ട്രീയ തല്ലി പിടിച്ചു എന്നൊന്നും പറഞ്ഞൊന്നും അതായത് തന്നെ ഒരു മിനിറ്റിനകം നടന്ന കാര്യമാണ്. തല്ലി കറുത്തവനെ തല്ലി വെളുത്തവനായതിനെ തല്ലുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും അവിടെ തന്നെ നല്ല ആൾക്കാർ മെമ്പർ സാറൊക്കെ അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ കയറി അയ്യോ വേണ്ട അങ്ങനെ അതിനെ എതിർത്തിരുന്നു. വേറെ ആൾക്കാരൊക്കെ എതിർത്തു. അതൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ്. പക്ഷേ അത്രയും വലിയൊരു മനുഷ്യന് എന്തെങ്കിലും ഉള്ള മുഖത്തൊരു പോറലേറ്റിരുന്നെങ്കിലോ അതിന് പകരം അത് കോൺഗ്രസ്സിലുള്ള ആരെങ്കിലും അല്ലാതെ വേറൊരാൾ വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നാലോ. അങ്ങനെയൊക്കെ അവിടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു നേതാവാണ് വന്ന് നിൽക്കുന്നത്. അതൊരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ശശി തരൂർ സാറ്. അതുകൊണ്ട് ഈ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. നന്ദി, നമസ്കാരം. തെറ്റൊന്നും ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്ന പോലെ പറയുന്നില്ല. കാരണം ഞാൻ പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് ആ സംഭവം.